ഫ്രിഡ്ജ് ഇപ്പൊ തുറന്ന ജാനിക്കുട്ടി ജനിച്ചതിന് വരച്ചേ വരച്ചത് നീ പഠിച്ചേ. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോം ടൂറാണ്. അപ്പം നമ്മുടെ വ്ളോഗ് പിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങുന്നത്. അപ്പം ആദ്യം നമ്മുടെ വീട് വെച്ച് തന്നെ നിങ്ങൾ തുടങ്ങാൻ വിചാരിച്ചല്ലേ ജാനിക്കുട്ടി? ഓക്കെ, സ്വാഗതം എന്ന് പറയല്ലേ എല്ലാവരും? സ്വാഗതം എന്ന് പറ. സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. ഇത് വീടിൻ്റെ മുറ്റം ആണ്. അപ്പോൾ നമ്മളിവിടെ മതിലൊക്കെ കിട്ടി. ഇതിവിടെ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചേട്ടൻ വണ്ടി വെക്കുന്നത്, അച്ഛൻ ഇവിടെയാണ് വണ്ടിയൊക്കെ വെക്കുന്നത്. അപ്പോൾ വീടും പരിസരമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം എല്ലാം കൂടെ ആകുമ്പോൾ അനുഭവമായി പോകും. അപ്പം വീടും പരിസരം വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ മണി പ്ലാന്റൊക്കെ അവിടെ നിന്നേ ചുറ്റും ഇങ്ങനെ കറക്കി തിരിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് മണി പ്ലാന്റ് സെറ്റാക്കാന്നാണ് പ്ലാൻ വെച്ചത്. ഇങ്ങനെ സെറ്റാവും എന്ന് പറഞ്ഞു. ദേ അവളോടി ഇതാണ് മെയിനായിട്ട് കാണിച്ചു തരാനുള്ളതാണ്. ഇതാണ് നമ്മുടെ വഴി. ഈ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മെയിനായിട്ടുള്ള വഴി ഇതാണ്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. വണ്ടികളൊന്നും പോവില്ല. അപൂർവമായിട്ട് 1-2 വണ്ടികൾ പോവേ ഉള്ളൂ. ആണ് പേടിക്കണ്ട. ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓടി കിടക്കും. ബാ ഞാൻ അകത്തോട്ട് കയറാം. ഇത് ഈ സൈഡിൽ കുറേ ചെടിയും കാര്യങ്ങളൊക്കെയാണ്. വേണ്ടില്ലേ, നമ്മളെ ബാമ്പു ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിനെക്കാളും കാടായിരുന്നു. ചില സമയങ്ങളിൽ അച്ഛൻ വൃത്തിയാക്കുമ്പോൾ അങ്ങ് എല്ലാം വൃത്തിയാക്കും. ഇല്ലെങ്കിൽ അതിലൊക്കെ കയറി കത്തിക്കും. ബാ നമുക്ക് വീട്ടിലോട്ട് കയറാം. ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. നിങ്ങൾ വിചാരിക്കും സിറ്റ് ഔട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മളെ ജാനക്കുട്ടിയുടെ സാധനങ്ങളാണ്. അവളെ ചെയറ്, കളിപ്പാട്ടങ്ങൾ, ഇത് സ്ലൈഡിങ്, ഇത് ഫുള്ള് അവളെ കളിപ്പാട്ടങ്ങളാണ്. എല്ലാം ഒതുക്കി ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു ദിവസം എടുത്ത് എല്ലാം ഇങ്ങനെ ഹോളിൽ തട്ടി അലമ്പാക്കും വിചാരിച്ചാൽ എല്ലാം കൂടെ വരി ഇങ്ങനെ വെച്ചിരിക്കും. തോർച്ചാ എന്തോ അതിൻ്റെ ഇടയിൽ കണ്ട് തോക്ക തോക്ക് ഞാൻ അയ്യോ എന്നെ വെടിവെക്കില്ലേ. അപ്പൊ ഞാനിവിടെ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പിന്നെ വിളക്ക് കത്തിക്കുന്നത്, ഹെൽമെറ്റ് വയ്ക്കുന്നതൊക്കെ ഇവിടെയാണ്. അപ്പം ഇതെല്ലാം ഇവിടെയാണ് എൻ്റെ അടിസ്ഥാന സ്ഥാനമാണ്. ഇവിടെ നിന്ന് ഹാളിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ വിശാലമായ ഒരു ചെറിയൊരു ഹാൾ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ സെറ്റി. ഞാനീ ഇവിടെയാണ് ഇവിടെ ഇരുന്നാണ് നമ്മൾ ടി വി ആണ്. ജാനിയുടെ സ്ഥലം ഇതാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ ജാനി? ഇതാണ് അവളുടെ സ്ഥലം. ഇവിടെ ആരും ഇരുത്തൂല. അവള് ചാനൽ മാറ്റാൻ പാടില്ല. അവളെ എല്ലാ ടെടി വരും. ഇനിയും ഒരു സെറ്റ് ഉണ്ട്, ഇത് പകുതിയുള്ളൂ. പിന്നെ ദേ ഇവിടെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയത് ഒരു ഫോട്ടോ. ദേ എവിടെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ദേ നമ്മളെ പ്ലേ ബട്ടൺ ചെയ്യാൻ ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്. ഷോർട്സിൻ്റെ എല്ലാ സാധനങ്ങളുണ്ട്. ദേ എവിടെ ഒരു ഫോട്ടോ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും ദേ ഇത് നമ്മളെ ചുമര്. ഈ കാര്യം നമ്മളെ വീട്ടിൽ എവിടെ നോക്കിയാലും കാണും. അടുക്കളയിൽ, ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ ആയിരിക്കും. ഇങ്ങനെ വീഡിയോ മൊത്തം ശ്രദ്ധിച്ചറിയാം. ജസ്റ്റ് വേണമെങ്കിൽ നോക്കി കാണിച്ചു എല്ലാവർക്കും. വാച്ചാ ആര് വരച്ചേ ഇതൊക്കെ? എവിടെ നോറ്റ്? ആര് വരച്ചേ? കണ്ട ആര് വരച്ചത്? ജാനിക്കുട്ടിയല്ലേ വരച്ചേ? കണ്ട് എല്ലാരും കണ്ട്. നീ എന്നെ വരച്ചത്? നീ പഠിച്ചേ? ഓ, അത് കഴിഞ്ഞ് നമ്മളെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിവിടെ പിന്നെ വരുമ്പോ നമ്മളെ ടി വി ഏതാ? ഹൈസെൻസ് ആണ് നമ്മള് ടി വി വരുന്നത്. 55 ഇഞ്ച്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നീക്കിയിട്ട് അപ്പോൾ നമുക്ക് കുറേ സ്പേസ് ഉണ്ട്. സെറ്റിംഗ് കൂടെ വന്നപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ഇടുങ്ങിപ്പോ. കളിക്കാൻ സ്ഥലമില്ല. ഇങ്ങനെ സൈക്കിളോട്ട് സ്ഥലമില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. നമ്മളെ ഹോം തിയേറ്റർ. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് അല്ലേ നമ്മളെ വാഷ് ബേസ്. അവിടെ ഇത്ര തന്നെ നമ്മളെ ഹാള് വരുന്നത്. നമുക്ക് അടുത്ത് ഇനി റൂമിലോട്ട് പോവാം. ബാ നമ്മളെ റൂമിലോട്ട് വാ, റൂമിലോട്ട് വാ. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. യെസ്, കണ്ടില്ലേ നമ്മളെ റൂമിലും ഉണ്ട് എല്ലായിടത്തും കുത്തി വരച്ചിട്ടേക്ക്. ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ അവിടെ അത്രയും വരച്ചിട്ടുണ്ട്. എല്ലായിടം വരച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഞാൻ കണ്ടില്ല. എടുത്ത് കുത്തി വരച്ച് എല്ലാ കയ്യിലായപ്പോഴാണ് കണ്ടത് ഇവിടെ വരച്ചത്. ഡായി വരച്ചേ പൊത്തി വയ്ക്കല്. നമ്മളെ ബെഡ് വന്നിട്ട് താഴെയാണ് കേട്ടോ. അതായത് നമ്മുടെ ജാനിക്കുട്ടി ജനിച്ചതിന്
ജാനിക്കുട്ടി ജനിച്ചതിന് ശേഷം നമ്മള് ബെഡ് ഇങ്ങനെ താഴെ ആക്കി, അതായത് കട്ടിലിന്റെ കാല കഴിച്ചിട്ട് നമ്മള് ബെഡ് മൊത്തത്തിൽ താഴെ ആക്കി. നമ്മളെ ബെഡ് വന്നിട്ട് ഏതാണ്? യമ്മ മാട്രസ്. കഴുത്ത്. നമ്മളെ ബെഡ് ഇതാണ്, ഇവിടെ. പിന്നെ ഇത് ഇവിടെ ഒരു അലമാര. ഈ അലമാരക്കകത്ത് എന്റെയും ജാനിയുടെയും ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അത് കിഷോറിന് ഒരു അറ, ഈ അറ കിഷോറിൻ്റെതായിരുന്നു, ഞാൻ തുറക്കണ്ടത് അറയായിരുന്നു. അപ്പൊ ഇത് തികയാത്തത് കൊണ്ട് പുതിയൊരു അലമാര വാങ്ങിച്ചു. ഇതിനകത്ത് എന്റെയോ ജാനിയുടെ ഒരു സാധനം പോലും ഇല്ല, എല്ലാം ഒറ്റയ്ക്ക് അലമാരയാണ്. അങ്ങനെ അപ്പൊ ഇത് വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇത് കൂടെ മേടിച്ചു. ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായാലും ഗെറ്റ് റെഡി ചെയ്യാനൊക്കെ ആയാലും ഒരു അലമാര അത്യാവശ്യമായിരുന്നു. അപ്പൊ ജാനി ഇപ്പൊ ഇവിടെ നിന്നാണ് റെഡി ഒരുങ്ങണം. ജാനിയുടെ സ്ഥലം ഇവിടെയാണ്, നമ്മളിവിടെ നിൽക്കുന്നത്, ജാനി ഇവിടെ നിന്ന് റെഡി. അപ്പൊ ഇത് സെറ്റായി. അതിന്റെ കൂടെ ഒരുമിച്ച് മേടിച്ച സാധനമാണ്. ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ ഇവിടെ കുറെ ക്രീമുകളും ലോഷൻസ്, അങ്ങനെയുള്ള സൺസ്ക്രീന്, എന്തൊക്കെ ഷാമ്പു, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇവിടെയാണ്. പിന്നെ അവിടെ ഒരു ഫോട്ടോസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഫ്രെയിംസ് കിട്ടിയത്, പക്ഷെ ഒരിടം നമ്മൾ ഹാങ് ചെയ്തിട്ടില്ല. എല്ലാം ഇനി ഒരു പ്ലേസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു പ്ലേസ് സെറ്റാക്കി പെയിന്റ് അടിച്ചിട്ട് നമുക്ക് എല്ലാ ഫോട്ടോസ് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നതൊന്നും നടക്കാറില്ല. ഇത് ഇവിടെ ജാനിയുടെ ഇതൊക്കെ ജാനി ജനിച്ചപ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. കണ്ടോ, ജാനി കുഞ്ഞിലിരുന്ന ജാനിയാണിത്. അതിന് കുറച്ച് ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് ജാനി നൂലിട്ട സമയത്തൊക്കെ കിട്ടിയതാണെന്ന് തോന്നുന്നു. എന്ത് പിന്നെ നമ്മളെ ബാത്റൂമാണിത്. ബാത്റൂം ഞാൻ ജസ്റ്റ് കളിച്ചത്. ബാത്റൂം പിന്നെ വേറെന്താ, വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഇതിന്റെ ബാക്കിൽ റൊണാൾഡോയുടെ പടം ഉണ്ട്. അത് വലിയൊരു ഫോട്ടോ ആയിരുന്നു. അത് ഇതിന്റെ ബാക്കിലുണ്ട്. നമ്മൾ ഇത് വെക്കാൻ സൗകര്യമില്ലാത്തത് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത റൂമിലോട്ട് പോയാലും അവിടെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ അലമാരയുടെ മുകളിൽ കിട്ടില്ലേ കുറേ സാധനങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് ഒരു കെട്ട് ജാനിയുടെ തുണികളാണ്, അതായിരിക്കണം മുകളിലിരിക്കുന്നത്. ഇവിടെ നമ്മളെ ലൈറ്റ് കാര്യങ്ങൾ, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് സ്റ്റാൻഡ്, ഇതെല്ലാം ഒതുക്കി ഇതിന്റെ ഇടയിൽ വെച്ചില്ലെങ്കിൽ ജാനി വലിച്ചെടുക്കുന്നു, തറയിടുന്നു, അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇടയിൽ വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. പിന്നെ അപ്പുറത്ത് പോവാം. അടുത്ത റൂമിൽ പോവാന്ന് പറ. അച്ഛമ്മ മുറി പോവാന്ന് പറ. വരൂ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇതാണ് അച്ഛനമ്മയുടെയും റൂം വരുന്നത്. ഇവിടെ കട്ടില്, ഇത് 2 അലമാരയുണ്ട്, അവർക്ക് 2 അലമാരയുണ്ട്. ഇത് വന്നിട്ട് ബാത്റൂമാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത്തിരി എത്ര ചേട്ടൻ ജനിച്ച സമയത്തേക്ക് ഒരു 4-5 വയസ്സായപ്പോൾ വെച്ച വീടാണ്. അപ്പത്തിന് എത്ര വയസ്സായപ്പോ അപ്പൊ ഇത് വെള്ളം ഇറങ്ങുന്നത് ലീക്കേജ് ആണ് അല്ലേ. ആ സൈഡിൽ പാരപ്പറ്റി ഇല്ലാന്ന് തോന്നുന്നു, അങ്ങനെ വെള്ളം ഇറങ്ങുന്നതാണ്. അങ്ങനെ ഇത് ഫുൾ ഇനി പണിയാണ്. ഒരു നേരം അടങ്ങിയിരിക്കില്ല. ഇത് ജാനിയുടെ ഒരു ടെടി ഇത് അവിടെ ഉണ്ട്. പിന്നെന്താണ്, ഇത് ഇവിടെ ഇത് എന്റെ ആണേ. ഇത് ജാനിയുടെ, ഇത് എന്റെ ആണേ. ഇത് കല്യാണത്തിന് മുന്നേ കിഷോർ വാങ്ങിച്ചതാണ്. ഇതാണ് അയ്യാ എന്റേത്, എന്റെ ഉണ്ണിക്കുട്ടനാണത്. നിന്റേത് വേറെ, ഇത് എന്റെ ഉണ്ണിക്കുട്ടനാണ്. മോളിൽ അത് വേറെ, ഇത് എന്റെ ഉണ്ണിക്കുട്ടനാണ്. ഇത് ഞാനിത് കളിക്കാൻ കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കൂല. നല്ല വിലതാണ് കേട്ടോ. അവളെ കൊണ്ടൊറ്റയ്ക്ക് താങ്ങിയൊന്നുമില്ല, എന്നെ കൊണ്ടേ ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റൂല. നല്ല വെയിറ്റ് ഉണ്ട്. ഇരുന്ന് പൊടി അടിച്ചങ്ങനെ ഇരിക്കുന്നത്. ബാ ഇനി അടുത്ത് ഇവിടെ വേറെന്താ വേണ്ടേ? ബാ പോവാം, അപ്പുറത്തെ റൂമിലോട്ട് പോവാം. പോടി ഇവിടെ വാ, ഇതൊക്കെ അപ്പുറത്തോട്ട് പോവാം. അയ്യോ ഇവിടെ സ്റ്റാൻഡ്, ഇത് പറഞ്ഞില്ലേ അച്ഛനെ പേര് തുണികളൊക്കെ എടുത്ത് സ്റ്റാൻഡ്. ബാ ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഒരു ചെറിയ അടുക്കള. ഇത് വന്നിട്ട് നമ്മളെ ഫ്രിഡ്ജ് ഇപ്പൊ തുറന്ന ഞാനിപ്പോ ബഹളം വെക്കും. എന്നും രാവിലെ ഉറക്കം വെച്ച് വന്നിട്ട് ഇതിന്റെ മുടി നീക്കും, അമ്മയെ തുറന്നു തരോ ചോദിച്ച്. അത് നമുക്ക് ഒന്നും ഇല്ലെങ്കിലും അവൾക്ക് എന്തെങ്കിലും വേണം, അതിനകത്ത് ഇങ്ങനെ ചുമ്മാ അരച്ചുകൊണ്ടിരിക്കും. പിന്നെ വന്നിട്ട് ഇത് എവിടെ കുറേ പാത്രങ്ങളും കുപ്പികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ അടുക്കിപ്പറക്കി വെച്ചിരുന്നു. മിക്സി, നമ്മളെ ഇത് ഇൻഡക്ഷൻ അടുപ്പ്. ഇത് നീ ഒന്ന് തറയിൽ നിൽക്കുമോ? ഇതിവിടെ ഗ്യാസ്. ഇത് നമ്മുടെ സാധനങ്ങൾ, അതായത് കറി വയ്ക്കാനുള്ള സാധനങ്ങൾ. ഇത് വാഷ് ബേസ്.
ചോറും കറികളൊക്കെ ആയി കേട്ടോ ഇന്നത്തേക്കുള്ള. പിന്നെ താഴെ അടിയിൽ കുറേ പാത്രങ്ങൾ വെക്കാനുള്ള സാധനങ്ങളൊക്കെ. അയ്യാ ഓൾ. പിന്നെ ഇവിടെയൊക്കെയാണ് അരിയും സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇവിടെ ഉള്ളി, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നു. പിന്നെ എന്താ വേറെ പ്രത്യേകിച്ച് ഇനി വെളിയിലോട്ട് പോവാം. നമ്മൾ ചോറ് വെക്കണ മിക്കവാറും ചിലപ്പോഴൊക്കെ വെളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് വർക്ക് ഏരിയ എങ്ങനെയായിട്ട് വർക്ക് ഏരിയ ആയിട്ട് ചെറുതായിട്ട് ജാനി വെളിയിലോട്ട് കാണിച്ചു തരാന്ന് പറ. ഈ സാധനം എന്ന് വെച്ചാ ഇത് ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. അതായത് വെച്ചാൽ ഇത് ജാനി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചേട്ടൻ അനിയത്തിയുടെ മക്കളെ ആയ സമയത്താണ് വെച്ചിരുന്നത്. കൊച്ചു പിള്ളേരാകുമ്പോൾ ഒരു വെളിയിൽ ഇറങ്ങി ഓടൂല, വീഴുകയെ. അതുകൊണ്ട് വീഴാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇത് വന്നിട്ട് ഇതേ ഇവിടെ കുറേ സാധനങ്ങൾ, ആകൃതിക്കുന്ന സാധനങ്ങൾ. ഇത് നമ്മുടെ ഉദിതിയുടെ വാഷിംഗ് മെഷീൻ. നമ്മുടെ തുണി കഴുകുന്നത് ഇതേ അവിടെ നിന്നാണ് തുണി കഴുകുക. എന്ത് വേണ്ടേ ഇന്ന് എൻ്റെ ഉടുപ്പിന് വലിച്ചു കീറിയ സാധനങ്ങൾ. ഇതാണ് വെളിയിൽ ബാത്റൂം ഉണ്ട്. കേൾക്കാമോ? കേൾക്കായിരിക്കും, എന്നൊക്കെ ചെയ്യല്ലേ. വെളിയിൽ ബാത്റൂം, അവിടെ ഒരിടത്ത് കുളിക്കുന്നതും അപ്പുറത്ത് ടോയ്ലറ്റും റൂമിലും ഉണ്ട്, പിന്നെ പുറത്തും ഒന്നുണ്ട്. ഇതാണ് നമ്മുടെ കിണർ, നമ്മളെ ജലസ്രോതസ് ഇതാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ വെച്ചിട്ടാണ് ചോറൊക്കെ വെക്കുന്നത്. നമ്മൾ ചോറും കറി, ചോറ് മാത്രം വെക്കും, എപ്പോഴും വെക്കാറില്ല. മിക്കവാറും റൈസ് കുക്കറിലായിരിക്കും വെക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളെ പുറകുവശം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ അപ്പുറത്തെ സൈഡ് അതുവഴി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ചെറിയൊരു കാട് പോലെയാണ്. അതായത് ചെടിയിൽ നിറച്ചു ചെടിയാണ്, തുളസി അതൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട്. കാട് പോലെ കിടക്കുന്നതേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തുണി കഴുകുന്നത്. ഇങ്ങനെ ഒന്ന് കഴുകും. ഇവിടെ ഒരു പൈപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ളു. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. ബാ ജാനി. ജാനിയുടെ വണ്ടിയൊക്കെ കാണിച്ചു തരും. ജാനിയുടെ വണ്ടികളൊക്കെ കാണിച്ചു വിട്. ജാനിക്ക് എത്ര വണ്ടികളുണ്ട്? ജാനിക്ക് കുറേ വണ്ടികളുണ്ട് കേട്ടാ. ഇതുണ്ട്. ജാനിയുടെ വണ്ടികളൊക്കെ കാണിച്ചു വിട്. കാണിച്ചു കൊടുക്ക്. ഇത്രയേ ഉള്ളൂ നമ്മളൊരു കൊച്ചു വീടാണ്. അപ്പോൾ എല്ലാം കുറച്ചൊരു ചോദിച്ചിട്ടുണ്ട്, ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കൊച്ചു വീടല്ലേ ജാനി? ജാനിയുടെ വീടാണ് അല്ലേ? എല്ലാവരും ചോദിക്കും ജാനിക്കുട്ടിയുടെ വീട് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ ഇതാണ് ജാനിക്കുട്ടിയുടെ വീട്. വലിച്ചിറക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ബൈ.